അൻവർ സ്ഥാനാർത്ഥിയാവുകയാണോ എന്നുള്ളതാണ് ഇനി നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും കൗതുകകരമായ ചോദ്യം. നമുക്ക് അതറിയാനായി അരുൺ അമൃതനാഥ് മലപ്പുറത്ത് നിന്നുണ്ട്. അരുൺ, അൻവറിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ വളരെ ക്ലോസ് ആയി ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഇന്ന് അൻവറിന്റെ ഭാഷയും ശരീരഭാഷയും ആശയറ്റ അവസ്ഥയിലായിരുന്നു. വി ഡി സതീശൻ UDFന്റെ കൺവീനറാണ്, UDFന്റെ ചെയർമാനാണ്. UDFന്റെ ചെയർമാൻ തന്നെ ഗൂഢോദ്ദേശത്തോടുകൂടി ഒതുക്കുകയാണെന്ന് പറയുമ്പോൾ UDF പ്രവേശനം എന്ന ആ ഒരു പ്രതീക്ഷ അൻവർ അവസാനിപ്പിക്കുകയാണല്ലോ. അപ്പോൾ മത്സരം എന്നുള്ളത് ഉറപ്പായോ? മത്സരിക്കുന്നത് അൻവർ തന്നെ ആയിരിക്കുമോ? ശക്തി പ്രകടനം എന്നുള്ളത് അൻവറിന്റെ മനസ്സിലുണ്ടോ? എന്താണ് അൻവറിന്റെ അടുത്ത ആളുകളിൽ നിന്നും അൻവറിന്റെ വൃത്തങ്ങളിൽ നിന്നും ലഭ്യമാവുന്ന സൂചനകൾ? അഭിലാഷ്, കാറും കോളും നിറഞ്ഞ നിലമ്പൂരിലെ അന്തരീക്ഷം അത് തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് പൂർണ്ണമാവുന്നതിന് പിന്നാലെ തന്നെ നമുക്ക് നിലമ്പൂരിൽ കാണാൻ സാധിക്കുന്നത് അൻവറിന്റെ നീക്കങ്ങൾ തുടക്കം മുതൽ തന്നെ നമ്മൾ കണ്ടതാണ്. അൻവർ തുടക്കത്തിൽ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നേ തന്നെ ഇടയുന്നു. അതിന് പിന്നാലെ UDF കൃത്യമായൊരു നിലപാട് അവിടെ അറിയിക്കുന്നുണ്ട്. അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, ഇനി അൻവറിന് തീരുമാനിക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അൻവർ അവിടെ തീരുമാനം പറഞ്ഞു, ഒന്നുകിൽ സമവായം അല്ലെങ്കിൽ തൃണമൂലിന്റെ സ്ഥാനാർത്ഥി മത്സരിക്കും എന്നുള്ളത്. അത് തന്നെയാണ് നിലവിൽ PV അൻവറിന്റെ നിലപാട് എന്ന് പറയുന്നത്. എന്തെങ്കിലും അത്ഭുതം സംഭവിക്കാതെ ആ നിലപാടിൽ നിന്ന് മാറില്ലെന്ന് തൃണമൂൽ നേതൃത്വവും തൃണമൂൽ നേതാക്കളും ഒക്കെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. VD സതീശന്റെ നിലപാടിന് മറുപടിയായാണ് അൻവർ നിലപാട് പറഞ്ഞത്. ഇപ്പോൾ മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ആ സ്റ്റാൻഡ് അറിയിച്ചു കഴിഞ്ഞു. അൻവർ ഒരു ഘട്ടത്തിലും UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നില്ല. പിന്നെ അൻവറുമായുള്ള ഒരു ചർച്ചയിൽ പ്രസക്തിയില്ല. ഇനി അൻവർ പ്രഖ്യാപിക്കണം. അൻവർ പിന്തുണ പ്രഖ്യാപിച്ചാൽ അതേ നിമിഷം തന്നെ അസോസിയേറ്റ് ഘടകകക്ഷിയായി PV അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസിനെ UDFൽ എടുക്കും എന്നുള്ളതാണ് UDFന്റെ നിലപാട്. അൻവർ അതിനോട് വഴങ്ങുമോ ഇല്ലയോ? ഈ ഘട്ടത്തിലൊന്നും അൻവർ വഴങ്ങുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. ഇനി അൻവർ വഴങ്ങുകയാണെങ്കിൽ തന്നെ അത്തരത്തിലൊരു ബാഹ്യമായ ഇടപെടൽ വേണം. ഒന്നുകിൽ ലീഗിന്റെ കൂടി ഇടപെടൽ ഒന്നുകൂടി ഉണ്ടാകുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബാഹ്യമായ ഇടപെടൽ അങ്ങനെ വന്നാൽ തന്നെ ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചു, ആര്യാടൻ ഷൗക്കത്തിനെ വിമർശിച്ചു, ആ അൻവറുമായി ഒത്തുപോകാൻ കഴിയുമോ എന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ദിവസം തന്നെ സ്ഥാനാർത്ഥിയെ അപഹസിച്ച ആളെ എങ്ങനെയാണ് സഹകരിപ്പിക്കുക എന്ന പ്രശ്നം ഉണ്ട്. പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കണമെന്ന ഡിമാൻഡാണ് ഇന്ന് VD സതീശൻ മുന്നോട്ട് വെച്ചിരിക്കുന്നതും.